അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. രതീഷാണ്. പട്ടാമ്പിക്കാരൻ്റെ മറ്റൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോ മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഈ കാര്യം എല്ലാവർക്കും എത്തിക്കുക. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മളെ വട്ടുള്ളി കാക്കരാത്തുപടി റോഡിൻ്റെ റോഡിൽ കൂടെ നമ്മൾ അമിത വെയിറ്റ് കയറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അമിത ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ വന്നിട്ട് ഈ റോഡിലൂടെയുള്ള പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുള്ള നിരവധി പരാതികളൊക്കെ മൂലം നമ്മളെ ഈ റോഡിൽ കൂടെ അമിത വെയിറ്റ് കയറ്റിയിട്ടുള്ള വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ക്രോസ് ബാർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ഒരു ഹൈറ്റ് ക്രമീകരിച്ചിട്ട് ഒരു ഈ ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങൾക്ക് മാത്രം ഇനി കടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വട്ടുള്ളി കാക്കരാത്തുപടി റോഡിൻ്റെ രണ്ട് കവാടങ്ങളിലും റോഡ് പ്രവേശിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനത്തെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കാക്കരാത്തുപടി ഭാഗത്തുനിന്ന് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഇന്ന് രാവിലെ ആകുമ്പോൾ പുലർച്ചെ കോഴി ലോഡ് കയറ്റി വന്നിട്ടുള്ള വാഹനം ഇത് കണ്ടിട്ടില്ല. അവർ കാണാണ്ട് കന്ന് ഇടിച്ച് മറിച്ചു. ഈ സാധനമൊക്കെ ആകെ പൊളിച്ചിട്ടിട്ടുണ്ട്. സംഭവം അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ വൈകുന്നേരത്തെ ഈ സാധനം പിടിപ്പിച്ചതും ഇന്ന് രാവിലെ ആകുമ്പോഴാണ് ഇവിടെ ഈ കാണുന്ന മഞ്ഞ ബോർഡ് കൊടുന്ന് ഒട്ടിച്ചതും. സംഭവം അവരേനും കുറ്റം പറയാൻ പറ്റില്ല, ചെയ്ത ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല. സംഭവം ചെയ്യുന്നിടത്ത് ചെറിയൊരു ഡിഫോൾട്ട് എന്താ വെച്ചാൽ ഇതിൽ ശ്രദ്ധ പിടിച്ച് പറ്റാവുന്ന രീതിയിൽ റിഫ്ലാക്ടർ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഒട്ടിക്കണമായിരുന്നു. കാരണം വാഹനത്തിലിരിക്കുന്ന ആളുകൾക്ക് ഈ സാധനം ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത് കാണില്ല. അതുപോലെ ഈ സാധനത്തിൻ്റെ അവിടുന്ന് കടന്നു വന്നിട്ടുള്ള വാഹനങ്ങൾ ഈ ഇടിച്ച് കിടക്കുന്ന ആ സംഭവം അവിടുന്ന് ഇടിച്ചു പൊളിച്ച് കിടക്കുന്ന ആ സാധനത്തിന് ശ്രദ്ധിക്കാണ്ട് കടന്നു വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് തിരിച്ചു പോകാനും പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആകുമ്പോൾ ഈ ഭാഗത്തുനിന്ന് അവർ തട്ടിപ്പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ട് ബെൻഡായിട്ട് കാണാം. ഇതിന് വേണ്ട രീതിയിലൊരു കളറ് ശ്രദ്ധപ്പെടുത്തുന്ന രീതിയിൽ കുറച്ചുകൂടി ഉതിപ്പ് തോന്നുന്ന രീതിയിൽ കളർ ചെയ്തിരുന്നുവെങ്കിൽ ഇത് മറ്റുള്ള ഡ്രൈവർമാർക്ക് ഇത് ഉപകാരപ്പെടുമായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാക്കരാത്തുപടി ഭാഗത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള ഒരു വാഹനത്തിന് ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ആകെ ലോക്കായിരിക്കുന്നത് നിങ്ങൾക്ക് നിലവിൽ കാണാം. കാരണം കാക്കരാത്തുപടി ഭാഗത്ത് ഈ ക്രോസ് ബാർ അടിച്ച് പൊട്ടിച്ചിട്ട് കിടക്കുന്ന കാരണം അതിൽ കൂടെ കടന്നു വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ആകെ ലോക്കായിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് 2 ദിവസത്തിനുള്ളിൽ അത് പൂർവ്വസ്ഥിതിക്ക് എത്തിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ നമുക്കൊരു സജഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രൈവർ ക്യാബിൻ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈറ്റ് ക്രമീകരിക്കണം. കാരണം ഡ്രൈവർ ക്യാബിൻ്റെ അടിയിൽ സ്റ്റെപ്പിന് വെച്ചിട്ടുള്ള ക്യാബിനും അതുമാതിരി ടിപ്പറുകളിലൊക്കെ ഹൈറ്റ് കൂടിയ ഭാഗങ്ങളൊക്കെ കടന്നു പോകും. നമ്മളുടെ ഡ്രൈവറുടെ ആ ക്യാബിൻ തട്ടണ രീതിയിൽ കാണുമ്പോഴാണ് ഡ്രൈവറുടെ ശ്രദ്ധയപ്പെട്ടുള്ളൂ, വാഹനങ്ങൾ കടക്കാതിരിക്കുള്ളൂ. മറ്റേത് ഈ സാധനത്തിൻ്റെക്കാട്ടിലും കുറച്ചുകൂടിയും ഹെവി സംഭവങ്ങൾ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് വാഹനങ്ങൾക്കും പരിക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ നഷ്ടം ഇവരാരും അറിയണില്ല. ഇത് വെക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആർക്കും ഇതിനെക്കുറിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് വരരുത്. നിയമം നടപ്പിലാക്കുമ്പോൾ നമുക്ക് മറ്റ് രണ്ട് കൂട്ടർക്കും നല്ല രീതിയിലാവണം. കാരണം ഒരു വാഹന ഉടമയ്ക്കും അത് ഡാമേജ് വരാത്ത രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ശ്രദ്ധയപ്പെടുന്ന രീതിയിൽ അത് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞതൊരു 100 രൂപയുടെ റിഫ്ലാക്ടർ മേടിച്ച് ഒട്ടിച്ചാൽ വാഹന ഉടമകൾക്ക് ഇത് കണ്ടിട്ട് അവിടുന്ന് വാഹനം തിരിച്ചു പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നല്ലതിന്